ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമുക്ക് ഡെയിലി, അതായത് ഇന്നലത്തെ ലെവൽസിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നും കൺസോൾഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ആ സെയിം ലെവലിൽ തന്നെ കൺസോൾട്ടേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് എങ്ങോട്ടാണ് മാർക്കറ്റിനൊരു ബ്രേക്ക് ഔട്ടാണോ ബ്രേക്ക് ഡൗൺ ആണോ എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി മെയിനായിട്ട് നോക്കേണ്ടത്. കുറച്ചറിയാം, നമ്മൾ ഇന്നലത്തെ ഓൾറെഡി ഷോയിൽ പറഞ്ഞ് കുറച്ച് വീക്കായിട്ടുള്ള ഡാറ്റാസൊക്കെയാണ് നമുക്കുള്ളതെന്നുള്ളത്. അതിന് ഓൾറെഡി നമുക്ക് FISൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, ബട്ട് പ്രോ ഒരു ചെറിയ പോസിറ്റീവ് ആയിരുന്നു. ബട്ട് ഇന്നും മാർക്കറ്റ് സെയിം ലെവലിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എങ്ങനെയാണ്, പോസിറ്റിവിറ്റി ആണോ കൂടുതൽ, അതല്ല നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്, FIDA ഡാറ്റ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ അവിടെ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടോ, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് ടൈം നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കിയിട്ട് പ്ലസ് പിന്നെ നമുക്ക് OIL അതോടൊപ്പം നമുക്ക് FIDA ഡാറ്റയും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റ് അബ്സല്യൂട്ട് ഇന്നലെ പറഞ്ഞ മാതിരി ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. ഇന്നലത്തെ ആ ലെവലിൽ തന്നെ നിഫ്റ്റി ഇന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഒരുപാട് ഇന്നിപ്പോൾ ഇൻട്രാഡേ അനാലിസിസിൽ ഒരുപാട് നമുക്ക് പറയണം എന്നില്ല, ബിക്കോസ് രണ്ടും ഒരേ ലെവൽസിൽ തന്നെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തത്. ഇന്നലത്തെ ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരുന്നു. കുറച്ചൊന്ന് അപ്പ് സൈഡ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി, ബട്ട് അവിടെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മളെല്ലാം മോർണിംഗിൽ തന്നെ എല്ലാം അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാൻ പറ്റാവുന്നതാണ്. ആൻഡ് അതിൽ നമ്മൾ ഓൾറെഡി നമുക്ക് എന്തെങ്കിലുമൊക്കെ OIയുടെ ഡിഫറൻസ് വന്നാലും ഒക്കെ നമ്മൾ അതിലും മീൻസ് ടെലിഗ്രാം ചാനലിൽ കൂടി അത് അറിയിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OI അനാലിസിസ്. രണ്ടും കണ്ടിന്യൂസ് ആണ്, കൺസൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് OI അനാലിസിസ് ഒന്ന് നോക്കാം. OIയിൽ നിഫ്റ്റി ഒന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നിഫ്റ്റിയുടെ വീക്കിലി OI ആണ്. വീക്കിലി OIയിൽ നമുക്ക് ലാർജ് സപ്പോർട്ടായിട്ട് ഇന്നലെ വരെ നിന്നത്, നമുക്ക് ഫസ്റ്റ് ഏപ്രിലിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സപ്പോർട്ട്, അതായത് ഒരു പുട്ട് റൈറ്റിംഗ് 22,500 ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് നോക്കുമ്പോൾ 22,500 പുട്ട് റൈറ്റിംഗ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ 22,500 വീക്ക്നെസ് മീൻസ് നിഫ്റ്റിക്ക് ശരിക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതോടൊപ്പം നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ 22,400 എവിടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ടില്ല. സ്റ്റിൽ നമുക്ക് മേളിലേക്കാണെങ്കിലും സെയിം ലെവലാണ് നമുക്ക് റെസിസ്റ്റൻസും വരുന്നത്. ഇവിടെ സെയിം ലെവലിലുള്ള റെസിസ്റ്റൻസും സെയിം ലെവലിൽ കുറച്ചും കൂടി ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് വരുന്ന 22,500 ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ട്, ഇവിടെ നമുക്ക് ഹ്യൂജ് സപ്പോർട്ടായിട്ടുള്ള ഒരു ക്യാൻഡിൽസ് ഫോർമേഷനൊന്നും നിഫ്റ്റിക്ക് ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നിഫ്റ്റി കുറച്ചൊന്ന് വീക്കായിട്ട് വരുന്നുണ്ട്. അതാണ് നമുക്ക് PCRും 0.8 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിക്ക് കുറച്ച് വീക്ക്നെസ് ഫീൽ ചെയ്യാം. ആൻഡ് കറൻ്റ്ലി നിഫ്റ്റി കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് സപ്പോർട്ട് ലെവൽ 22,300 ആണ് നമ്മൾ വെച്ചേക്കുന്നത്. 400 ഇപ്പോൾ ഒരു സ്ട്രാഡൽ ഫോർമേഷനിലേക്ക് വരുന്നുണ്ട്. ആൻഡ് 450 ഓൾമോസ്റ്റ് ആ റേഞ്ച് അപ്പോൾ 500 to 400 റേഞ്ചിലാണ് ഇപ്പോൾ കറൻ്റ്ലി നിഫ്റ്റി നിൽക്കുന്നത്. 400 to 500 റേഞ്ച്. അപ്പോൾ ഇനി ഏത് റേഞ്ച് നമുക്ക് സപ്പോർട്ട് വരുന്നത് 22,300 ആണ്. കുറച്ചും കൂടി ഒരു സപ്പോർട്ട് 22,300 ഒരു ലൈറ്റ് സപ്പോർട്ടുണ്ട്. ബട്ട് അവിടെ നമുക്ക് കോൾ ബിൽഡിങ് കാണാനും കഴിയുന്നില്ല. കോൾ ബിൽഡിങ് വളരെ കുറച്ചാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് തന്നെ അത് ഹോൾഡ് ചെയ്യും. മീൻസ് അവിടെ വന്നാൽ എങ്ങനെയാകും, അതായത് ഒരു ക്വിക്ക് റീബൗൺസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സപ്പോർട്ട് ഉണ്ട് 22,300. ആ സപ്പോർട്ട് ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് 22,500 ഇപ്പോൾ കുറച്ചും കൂടി റെസിസ്റ്റൻസ് കൂടി വരുന്നത്. ആൻഡ് 22,600 700 800 ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഈക്വലി ആയിട്ടാണ് നമുക്ക് കോൾ റൈറ്റിംഗ് കാണാൻ കഴിയുന്നത്. 22,500 600 700 എല്ലായിടത്തും 800 ഈവൻ എല്ലായിടത്തും ഒരു ഈക്വലി ബിൽഡിങ് കോൾ റൈറ്റിംഗ് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ വേണമെങ്കിൽ നമുക്കൊരു 22,600 സ്ട്രൈക്ക് വെക്കാം.
നമ്മളൊരു കോൾ റൈറ്റിംഗ് ഉണ്ട്, സെയിം ഇത് തന്നെയാണ് നമുക്ക് മേളിലേക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 22,600 ഒന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കോൾ റൈറ്റിംഗ് ചെറുതായിട്ട് അവിടെ പുട്ട് റൈറ്റിംഗ് വന്നിട്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ഈ വീക്കിലേക്ക് നമുക്ക് അവിടെ പുട്ട് റൈറ്റിംഗ് വന്നിട്ടില്ല. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അത് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിവിടെ സ്ട്രോങ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. മീൻസ് വീക്ക്നെസ് സ്ട്രോങ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട് 22,600 ആൻഡ് 22,500 സ്ട്രാഡൽ ഫോർമേഷൻ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അവിടുത്തെ സപ്പോർട്ട് ശരിക്കും നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അവിടെ ഇന്നലത്തെ അത്രയും സപ്പോർട്ട് ഇന്നില്ല. ആൻഡ് അവിടെ റെസിസ്റ്റൻസ് ആണ് ബിൽഡ് ചെയ്ത് വരുന്നത്. 22,400 അങ്ങനെ തന്നെയാണ്. സ്ലൈറ്റ്ലി സ്ട്രാഡൽ ഫോർമേഷനാണ് 400 ഉള്ളൂ. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് ഒരു ഡൗൺ സൈഡ് പ്രതീക്ഷിക്കാം വിത്ത് 22,300 സപ്പോർട്ട്. ഇനീഷ്യൽ സപ്പോർട്ട് എടുക്കോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടി ബിയറിഷ്നെസ് കൂടി വരാണ്, വീക്ക്നെസ്സാണ് നിഫ്റ്റിക്ക് അധികം കൂടി വരുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ആ കൺസോൾട്ടേഷൻ ആയിരുന്നല്ലോ, 2 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റിയും കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ റേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എവിടെയാണ് മാക്സിമം കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ഒക്കെ നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് 47 to 47,600 ആ സ്ട്രാഡൽ ഫോർമേഷൻ സ്റ്റിൽ കണ്ടിന്യൂ ആണ്. ആൻഡ് നമുക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും 47 to 47,600 റേഞ്ചാണ്. ഓൾമോസ്റ്റ് 47,700 വരെ ഒന്ന് ഹൈ എടുത്തിട്ടുണ്ട്. ബട്ട് കൺസോൾട്ടേഷൻ കൂടുതൽ നടക്കുന്നത് 47,600 to 47,500 ആണ്. സ്റ്റിൽ ആ റേഞ്ചിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ഹ്യൂജ് ആയിട്ടുള്ളത്. ആൻഡ് മാക്സിമം റെസിസ്റ്റൻസ് വരുന്നത് 48,000, മാക്സിമം സപ്പോർട്ട് വരുന്നത് 47,000 ആണ്. ഒരു 1,000 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. 48,000 നല്ല രീതിയിൽ റെസിസ്റ്റൻസ് നിൽക്കുന്നുണ്ട് ആൻഡ് 47,000 സപ്പോർട്ടും ഇനീഷ്യൽ സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഇവിടെ നമുക്ക് 47,500 നല്ല രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു. ബട്ട് ഇന്ന് നമുക്ക് ആ ഒരു സപ്പോർട്ട് ശരിക്കും അതിൻ്റെ വീക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യാം. അവിടെ ഒരു കോള് അൺവൈൻഡിങ് മീൻസ് കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ഒക്കെ അൺവൈൻഡിങ് നടത്തിയിട്ടുണ്ട്. മെയിൻലി പുട്ട് റൈറ്റിംഗ് ആണ് നമുക്ക് അൺവൈൻഡിങ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ബിയറിഷ്നെസ് ബാങ്ക് നിഫ്റ്റിയിലേക്കും കയറി വരുന്നുണ്ട്. 0.9 ആണ് PCR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 ബിലോ ആയിട്ടുണ്ട്. ആൻഡ് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു സ്ലൈറ്റ്ലി ഇൻ ബിയറിഷ് സെൻറ്റിമെൻറ്റിലേക്ക് ബാങ്ക് നിഫ്റ്റിയും വിത്ത് അനാലിസിസിൽ നമുക്ക് പോയി എന്ന് മനസ്സിലാക്കാം. ദെൻ ഓവറോൾ റേഞ്ച് മനസ്സിലാക്കാം. 48,000 നമുക്ക് റെസിസ്റ്റൻസ് വിത്ത് ഒരു സ്ലൈറ്റ്ലി സപ്പോർട്ട് പുട്ട് റൈറ്റിംഗ് ഉണ്ട്. മാക്സിമം അവിടെ റെസിസ്റ്റൻസ് തന്നെ ഇതാക്കും. 47,500 കറൻ്റ്ലി ഇപ്പോഴും സ്ട്രാഡിൽ റൺ ചെയ്യുന്നുണ്ട്. ബട്ട് ഇന്നലത്തെ അത്രയും സ്ട്രോങ് ആയിട്ടില്ല. മീൻസ് ഇന്ന് കുറച്ചും കൂടി വീക്ക്നെസ് ആയിട്ടാണ് അത് ഫോം ചെയ്തേക്കുന്നത്. ആൻഡ് 47,000 നല്ല രീതിയിലുള്ള പുട്ട് റൈറ്റിംഗ് ഉള്ളത് വിത്ത് കോൾ റൈറ്റിംഗ് ഉണ്ട് അവിടെ. ബട്ട് കോൾ റൈറ്റിംഗ് കുറച്ച് കുറവായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ അതാണ് 3 ലെവൽസിലുള്ളത്. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ 3 ലെവലാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റയിൽ നമുക്ക് വില പോസിറ്റീവായിട്ട് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം. ആൻഡ് ഫസ്റ്റ് FIS ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് FISൽ ലാർജായിട്ട് കോൾ അൺവൈൻഡിങ് നടത്തിയിട്ടുണ്ട്. ഇന്നലെയും കോളും ആൻഡ് പുട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ്ലി ആയിട്ട് ഒരു 3 days FIS അൺവൈൻഡിങ് ആണ് നടത്തുന്നത്. ലോങ്ങിലേക്ക് കോൾസിലേക്കോ പുട്ടിലേക്കോ ലോങ് ആയിട്ട് സ്റ്റിൽ FIS പോയിട്ടില്ല. ബട്ട് ഇവിടെ ഇന്ന് വരുമ്പോൾ മീൻസ് FISൻ്റെ ലോങ് അൺവൈൻഡിങ്ങിൻ്റെ പുട്ട് കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പുട്ട് കുറച്ച് വരുന്നതാണ്. അതായത് ഇവിടെ ഉള്ള നല്ല ഗ്യാപ്പ്, അത് മീൻസ് ഇവിടെ ഉള്ള ഈ ഒരു ബിയറിഷ്നെസ് വേണമെങ്കിൽ ഒന്ന് ഫോളോ ആവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് വരുന്നു. ബിക്കോസ് ഇവിടെ ബിയറിഷ്നെസ് ഇത് നല്ല നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ കോൾ മീൻസ് പുട്ട് അൺവൈൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവാണ് മാർക്കറ്റ്. ആൻഡ് അൺവൈൻഡിങ് കുറഞ്ഞ് വരുമ്പോൾ മാർക്കറ്റിന് ബിയറിഷ് സെൻറ്റിമെൻറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മീൻസ് ലോങ്ങിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പുട്ടിലേക്കുള്ളത്. അപ്പോൾ ഡെയിലി ഇൻഡെക്സ് ഇതിലാണ് നമ്മൾ ആ ഒരു അൺവൈൻഡിങ് കോളാണ് ലാർജ്ലി അൺവൈൻഡിങ് ആയിട്ട് കാണാൻ കഴിയുന്നത്. ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ് നമ്മളത് ഫസ്റ്റ് പറഞ്ഞത്. ദെൻ ഇനി നമ്മൾ ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് വെച്ച് നോക്കിയാൽ അവിടെയും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൻ്റെ ബിൽഡിംഗ് ഒന്നും കാണാൻ കഴിയുന്നില്ല. സ്റ്റിൽ ജസ്റ്റ് ഒരു 6,000 ആണ്. ഇന്നലെ നമുക്ക് 2,000 ഉള്ളൂ, ഇന്നും 6,000 ആണ്. ഹ്യൂജ് ബിൽഡിംഗ് ഒന്നും ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻ
ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിനും ഉണ്ടായിട്ടില്ല. ആൻഡ് വൺസ് ഓയിൽ നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഓയിൽ പറഞ്ഞു, ഓയിൽ നമുക്ക് കോളും പുട്ടൊക്കെ അധികമായിട്ട് പുട്ടാണ് അൺവൈൻഡിങ് നടത്തിയേക്കുന്നത്. ലാർജ് പുട്ട് ബിൽഡിംഗ് ഒന്നും നടത്തിയിട്ടില്ല. ഇന്ന് നമുക്ക് OI ഇൻഡെക്സ് അനാലിസിസ് വെച്ച് FISൻ്റെ നോക്കിയാൽ തന്നെ അതിന് നല്ല രീതിയിലുള്ള കാണാൻ കഴിയും. കോൾസ് നല്ല രീതിയിലേക്ക് ഒരു ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് ആൻഡ് ബെയറിഷ്നെസ് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് പുട്ടിലേക്ക് നമ്മൾ അൺവൈൻഡിങ് ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ സപ്പോർട്ടിൻ്റെ സ്ട്രെങ്ത്ത് ശരിക്കും കുറഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ബിയറിഷ് സെൻറ്റിമെൻറ്റ് വരുന്നു. ദെൻ സ്റ്റിൽ കണ്ടിന്യൂ ഡെയിലി ഇൻഡെക്സ് അനാലിസിക്സിൽ OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് നെഗറ്റിവിറ്റി ആണ് നിൽക്കുന്നത്. -15,000 സെല്ലിംഗ് ആണ് OS FI ഫ്യൂച്ചേഴ്സിലും കാണാൻ കഴിയുക. ആൻഡ് ഓൾമോസ്റ്റ് എല്ലായിടത്തും നല്ല രീതിയിൽ നമുക്ക് FISൻ്റെ ഭാഗത്ത് ഒരു ബിയറിഷ് സെൻറ്റിമെൻ്റായിട്ട് FIS സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇന്നലെയും FISന് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കൊന്നും FISൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ദെൻ ഇന്നലെ കുറച്ച് ഒരു സെൻറ്റിമെൻറ്റ് പോസിറ്റീവായിട്ടുള്ളത് മീൻസ് പ്രോ ആയിരുന്നു, അതായത് DIS ആയിരുന്നു. പ്രോ വെച്ച് നോക്കുമ്പോൾ പ്രോ ആണെങ്കിൽ ഇന്നലത്തെ അത്രയും പോസിറ്റിവിറ്റി ഇന്ന് കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ആൻഡ് ഒരു തേഴ്സ്ഡേ, അതായത് ലാസ്റ്റ് വെനസ്ഡേ വെച്ച് നോക്കിയാൽ 27th മാർച്ച് തൊട്ടിട്ട് പോസിറ്റിവിറ്റി കുറഞ്ഞാണ് ശരിക്കും മീൻസ് പ്രോയും കൊണ്ടുവരുന്നത്. നല്ല രീതിയിലുള്ള ലോങ്ങിലേക്കുള്ള അവർ കോള് ശരിക്കും കുറച്ച് ഇന്ന് നമുക്ക് കോൾ അൺവൈൻഡിങ് ആണ് നടക്കുന്നത്. ആൻഡ് അതോടൊപ്പം ബിയറിഷ് ആയിട്ടുള്ള ഇത് അവർ കുറച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൻ്റെ മീൻസ് പ്രോയിൻ്റെ ഇതാണ്. അവിടെയും വീക്ക്നെസ് ഫീൽ ആവുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് നടത്തിയിട്ടുണ്ട് ആൻഡ് ബൈയിങ് അവിടെ വന്നിട്ടില്ല, അവിടെയും വീക്ക്നെസ് ഫീൽ ആവുന്നുണ്ട്. ദെൻ OI ഇൻഡെക്സ് ഓപ്ഷൻസിലും അവർ നെഗറ്റീവാണ്. കോള് അവർ അൺവൈൻഡിങ് ഡെഫിനറ്റ്ലി പുട്ടും അൺവൈൻഡ് നടത്തിയിട്ടുണ്ട്. ബട്ട് ലാർജിൽ വന്നേക്കുന്നത് കോൾ അൺവൈൻഡിങ് ആണ്. അപ്പോൾ മേളിലേക്ക് വീണ്ടും ആരും വന്നിട്ടില്ല. ആൻഡ് ഇവിടെയും FI പ്രോയിൻ്റെ ഫ്യൂച്ചേഴ്സിൽ, അതായത് OI ഫ്യൂച്ചേഴ്സിലും അൺവൈൻഡിങ് ആണ്, മീൻസ് സെല്ലിംഗ് ആണ്. -12,400 ആണ് സെല്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ FIDA ഡാറ്റ കംപ്ലീറ്റ്ലി ബിയറിഷ് ആണ്. നമുക്ക് ഒരു പോസിറ്റിവിറ്റിയും FIDA ഡാറ്റ എന്ന് നമുക്ക് കിട്ടാൻ കഴിയുന്നില്ല. അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ബിയറിഷ് സെൻറ്റിമെൻ്റ് ഉണ്ട്. ദെൻ ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റ് നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ ഈക്വലി ബിൽഡ് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. FIS -1,600 ആണെങ്കിൽ DIS +1,900, ഓൾമോസ്റ്റ് 2,000 crore അടുത്ത് ബൈയിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ മാർക്കറ്റാണ്. ബട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചധികം നെഗറ്റീവ് സെൻറ്റിമെൻ്റാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി നമുക്കൊരു 4 hour ടൈം ഫ്രെയിം നമ്മൾ എപ്പോഴും നോക്കാറുള്ള ഒരു ലാസ്റ്റ് ഇതായിട്ട് നമുക്ക് 4 hour ടൈം ഫ്രെയിമിലൊന്ന് നോക്കാം. ഓക്കെ, 4 hour ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് ഒരു ടെലിഗ്രാം ചാനലിൽ നമ്മളൊരു മെസ്സേജും കൊടുത്തായിരുന്നു. വൺസ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുമോ അറിയില്ല, ജസ്റ്റ് വെയിറ്റ്. 20 ഇവിടെ കണ്ടില്ല, നിഫ്റ്റിയുടെ 4 hour ടൈം ഫ്രെയിമിൽ ഹോൾഡിംഗ് സപ്പോർട്ട് ഓഫ് 22,400 ആണെങ്കിൽ നമുക്ക് മീൻസ് വൺസ് ബിയർ ഇത് ശ്രദ്ധിക്കുക. നിഫ്റ്റി 4 hour ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ ബിലോ 22,400 ക്ലോസിങ് കിട്ടിയാൽ നമുക്കൊരു ബുൾ ബിയർ സ്പ്രെഡിലേക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി സ്റ്റിൽ ഹോൾഡിംഗ് ദ സപ്പോർട്ടാണ്. ആൻഡ് ആ സപ്പോർട്ട് 22,400 എന്ന സപ്പോർട്ട് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ചൊന്ന് പുൾ ബാക്ക് ഇന്ന് നിഫ്റ്റി നടത്തിയിട്ടുണ്ട്. ബട്ട് ആ സോൺ നോക്കുക, കൺസോൾട്ടേഷൻ സോണാണ്. ആൻഡ് ആ സോണിൽ ഇപ്പോഴും നിഫ്റ്റിക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് അധികം ഉള്ളത്. ആൻഡ് സെല്ലിംഗ് ക്യാൻഡിലാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ എല്ലായിടത്തും സെല്ലിംഗ് ക്യാൻഡിലാണ് അധികം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിത്ത് നമുക്ക് FIDA ഡാറ്റ കൂടി ഒരു ബിയറിഷ് സെൻറ്റിമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മേളിലേക്കുള്ള കോൾ സൈഡിലേക്ക് ആരും കറൻ്റ്ലി ഇപ്പോൾ നോക്കരുത് എന്നുള്ളതാണ് കുറച്ചും കൂടി ഒരു നല്ല ഓപ്ഷൻ. അൺടിൽ നമുക്ക് നല്ലൊരു ഡാറ്റയും പ്ലസ് നമുക്ക് ഇവിടെ നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷനും കൂടി കിട്ടാത്ത സമയത്തോളം ആരും കോൾ ഓപ്ഷൻസിലേക്ക് ഇപ്പോൾ തൽക്കാലം നോക്കാണ്ടിരിക്കുക, മീൻസ് ഒന്ന് വെയിറ്റ് ചെയ്യുക.
ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കും 4 hour ടൈം ഫ്രെയിമിൽ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇൻഡിസിഷൻ ക്യാൻഡിൽ ആണല്ലോ. വൺസ് ബാങ്ക് നിഫ്റ്റി ഇതൊന്ന് ക്രോസ് ചെയ്തതിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അവിടെ എല്ലായിടത്തും സെല്ലിംഗ് ക്യാൻഡിലാണ്, ബട്ട് ഗ്രീൻ ക്യാൻഡിലായിട്ട് അവസാനിക്കുന്നതെന്ന് മാത്രം. എനിവേ ബാങ്ക് നിഫ്റ്റിയും ഫീലിംഗ് നമുക്കൊരു നെഗറ്റീവ് ഫീലാണ് ബാങ്ക് നിഫ്റ്റിക്കും തരുന്നത്. അപ്പോൾ ഈ ലെവൽസിലാണ് ബാങ്ക് നിഫ്റ്റിയും ഇമ്പോർട്ടൻറ്റ് ലെവൽസിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. വൺസ് നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കും നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ ഒരു 47 47,300 ബിലോ ക്ലോസിങ് കിട്ടണമെങ്കിൽ മേ ബി ഒരു ഫാള് നമുക്ക് പ്രതീക്ഷിക്കാം. ബിക്കോസ് ഒരു നല്ല സപ്പോർട്ട് കാര്യങ്ങളൊന്നും ബാങ്ക് നിഫ്റ്റിക്കില്ല. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളെ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് കുറച്ചും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടുള്ള ഒരു ഫോർമേഷനൊന്നും ബാങ്ക് നിഫ്റ്റിക്കൊന്നും വിത്ത് ഒരു OA ഡാറ്റ വെച്ചിട്ടാണെങ്കിലും ഇല്ല. അപ്പോൾ ആരെങ്കിലും ഒരു കോളോ പുട്ടോ ഒക്കെ മേടിച്ച് ചുമ്മാ ഇടുമ്പോഴും ശ്രദ്ധിക്കാം. വേണമെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ, ഒരു ഫേക്കായിട്ടുള്ള ഒരു കൺസോൾട്ടേഷനും വരാം. ബിക്കോസ് നമുക്ക് ഫ്രൈഡേ ആണ് നമ്മുടെ ഇത് വരുന്നത്, നമുക്ക് RBIയുടെ ഇവൻറ്റ് ഫ്രൈഡേ ആണ് വരുന്നത്. അപ്പോൾ ഇനി നാളെ ഒരു ഫാള് വന്നില്ലായിരുന്നെങ്കിൽ വരാനും മീൻസ് വേണമെങ്കിൽ ഒരു എക്സ്പയറി ആയതുകൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്യാനുള്ളതൊക്കെ ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വന്നെയാണെങ്കിൽ എന്തായാലും ടെലഗ്രാമിൽ അറിയിക്കുക. ഇത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് സെലക്ടറാണ്, സ്റ്റിൽ ഗോയിങ് അപ്പാണ് വിത്ത് എന്താ പറയുക ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോർമേഷനിലൊക്കെ ആണ് നിഫ്റ്റി മിഡ് സെലക്റ്റും പോകുന്നത്. ബെറ്റർ ടു വെയിറ്റ് എന്ന് പറയാൻ നമുക്ക് നല്ലൊരു ഹൈയിലേക്ക് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടി വരുമ്പോൾ മാത്രം നിഫ്റ്റിയും ഇവിടെ നമുക്ക് ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ ഫിൻ നിഫ്റ്റി അല്ല, നിഫ്റ്റി മിഡ് സെലക്ട്, അതായത് നമുക്കിനി സ്റ്റോക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഇനി ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു സപ്പോർട്ട് എടുക്കാൻ ഉള്ള ടൈമിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. കുറച്ചൊന്ന് വീക്ക്നെസ് എല്ലായിടത്തും നമുക്ക് ഫീൽ ആകുന്നുണ്ട്. അപ്പോൾ ആ വീക്ക്നെസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടേതായ ഒരു അനാലിസിസും കൂടി നടത്തുക. ആൻഡ് നമുക്ക് മെയിൻ ഇപ്പോഴും കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് പോകുന്നത്, ബട്ട് വീക്ക്നെസ്സാണ് ഡാറ്റയും OA അനാലിസിസൊക്കെ തരുന്നത്. വൺസ് നമുക്ക് ബുള്ളിഷ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ വന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്, അവിടെ ഷോർട്ട് കവറിങ് റാലി ഉണ്ടാവാനുള്ള ചാൻസ് അങ്ങനെ മാത്രമേ ഉള്ളൂ. അൺടിൽ നമുക്ക് വേറെ അപ്ഡേറ്റ്സ്, അതായത് വേറെ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇൻഡിസിഷൻ ക്യാൻഡിലേക്കാണ് പ്രത്യേകിച്ച് 4 hour ടൈം ഫ്രെയിമിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ലെവൽസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പ്ലസ് നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു സെൻറ്റിമെൻറ്റും കൂടി അറിഞ്ഞുകൊണ്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും. മീൻസ് അനാവശ്യമായിട്ട് പോയിട്ട് കോള് മേടിക്കുകയോ പുട്ട് മേടിക്കുകയൊന്നും ചെയ്യില്ല. സ്റ്റിൽ ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ നല്ലൊരു പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ പോലും നിൽക്കുക. അതല്ല ഇനി ഷോർട്ട് കവറിങ് റാലിയൊക്കെ വന്നാലും മേളിലേക്കും പോകുമല്ലോ. അപ്പോൾ നാളെ തന്നെ ഷോർട്ട് കവറിങ് റാലി വരും എന്ന് പറഞ്ഞ് ഒരിക്കലും പോയി മേടിക്കാനും പാടില്ല. നോക്കേണ്ടത് ലെവൽസാണ്. ലെവൽസിൽ നിന്നുള്ള ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ആൻഡ് ആ വെയിറ്റിംഗ് കിട്ടിയാൽ നല്ല ടാർഗറ്റിന് വേണ്ടി സെറ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് 50 or 10, 20, 30 പോയിൻറ്റ്സിനെക്കാളത്തൊക്കെ ഒരുപാട് മച്ച് ബെറ്റർ ആയിരിക്കും നമ്മൾ ഒരു ബിയർ കോൺട്രോ ഏത് സ്പ്രെഡ് കയറിയാൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കോൺട്ര കയറിയാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ സിമ്പിളായിട്ട് നമുക്ക് ടെൻഷനും കിട്ടില്ല. നമ്മുടെ ലോസ് ലിമിറ്റായിരിക്കും, നമ്മൾ ലോസ് ഡിഫൈൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും എല്ലാവർക്കും പറ്റാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ബൈ എടുക്കും, എന്നിട്ട് അത് ലോസ് പോയാൽ ദെൻ അടുത്ത ട്രേഡിന് വേണ്ടി വെക്കും. കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആണെങ്കിൽ പിന്നെ പറയുക വേണ്ട, എല്ലായിടത്തും നല്ല രീതിയിൽ ലോസ് വരാനുള്ള ചാൻസാണ്. അങ്ങനത്തെ മാർക്കറ്റായിരുന്നു ഇന്ന് 2 ദിവസം ഉണ്ടായിരുന്നത്. ആൻഡ് ലെവൽസ് ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ടാണ്, ലെവൽസിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വേറെ കാര്യങ്ങളൊന്നും ട്രേഡ് കൊടുക്കും എന്നല്ല ഞാൻ പറയുന്നത്, ഞാനും കയറാഞ്ഞത്. അപ്പോൾ ലെവൽസിനാണ് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. പ്ലസ് നമുക്ക് ഡാറ്റാസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് ഓർക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.